അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിദിനം ആഘോഷിക്കുന്ന ആളുകൾക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ന്യായം എന്താണ്? ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയാണ് എന്ന്. അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നതിന് നമ്മൾ എന്തെങ്കിലും മാർഗങ്ങളോ പുതിയ വഴികളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ കണ്ടെത്തേണ്ടതുണ്ടോ? ഇല്ല. എന്ത് വഴിയാണോ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നത് ആ വഴിയിലൂടെ സഞ്ചരിക്കലാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ആചാരം അത് കൊണ്ടാടുകയോ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന പേരിൽ പുതിയ സമ്പ്രദായങ്ങൾ ഉണ്ടാക്കലോ അള്ളാഹുവിൻ്റെ റസൂലിനെ പറ്റി ഇല്ലാത്ത പാട്ടുകളും അതേപോലെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള പദ്യങ്ങളും ഗദ്യങ്ങളും ഒക്കെ ഉണ്ടാക്കി ചെല്ലുകയോ അല്ല. ഇപ്പം അതാണ് നടക്കുന്നത്. ഓരോരുത്തരും ഓരോരുത്തർക്ക് തോന്നിയ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിര് കവിഞ്ഞ് പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു അതിരുമില്ല എന്നാണ് ചിലർ വിചാരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിനെ പുകഴ്ത്തുന്നതിന് എന്ത് അതിരാണ് എന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഒരു കല്യാണ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെയുള്ള ചെറിയ പെൺകുട്ടികൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ ഈ പെൺകുട്ടികൾ പാടി, വഫീന നബിയുൻ യഅലമു മാ ഫീ ഗദി, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നബിയുണ്ട്, നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരു നബി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നാണ്. ഇത് കേട്ടുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു ചെല്ലുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദഈ ഹാദിഹി, ഒഴിവാക്ക്, ഉത്റുക്കി എന്നാണ്, അത് ഒഴിവാക്ക്. ഐ ഉത്റുക്കി മാ യതഅല്ലഖു ബിമദ്ഹി അല്ലദീ ഫീഹിൽ ഇത്റാഉൽ മൻഹിയൻഹു. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി വിശദീകരിക്കാണ്, ദഈ എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവാക്ക്. എന്തുകൊണ്ടാണ് ഒഴിവാക്കാൻ പറയുന്നത്? മാ യതഅല്ലഖു ബിമദ്ഹി, നിങ്ങൾ എന്നെ പുകഴ്ത്തുകയാണ്, പക്ഷേ അല്ലദീ ഫീഹിൽ ഇത്റാഉൽ മൻഹിയു അൻഹു, അത് വിരോധിക്കപ്പെട്ട അതിര് കവിഞ്ഞ പുകഴ്ത്തലാണ്. എന്താ പുകഴ്ത്തൽ? നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന നബി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന്. സാദ ഫി റിവായത്തി ഹമ്മാദ് ബിൻ സലമയുടെ റിപ്പോർട്ടിൽ ലാ യഅലമു മാ ഫീ ഗദിൻ ഇല്ലല്ലാ എന്ന് തന്നെ പറയുകയും ഫഅശാറ ഇലാ ഇല്ലത്തിൽ മൻഇ, തടയാനുള്ള കാരണം ബോധ്യപ്പെടുത്തുകയും ചെയ്തതായ റിപ്പോർട്ടുണ്ട് എന്നുകൂടി ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അവിടെ പറയുന്നത് കാണാം. നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന നബി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദഈ ഹാദിഹി, അങ്ങനെ പറയാൻ പാടില്ല, നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ ഇതുവരെ പാടിയ ബദറിൽ ഷഹീദായ ആളുകളെ കുറിച്ചുള്ള, ബദറിൽ പങ്കെടുത്തവരെ കുറിച്ചുള്ള പാട്ടുകൾ പാടിക്കോളൂ, ഇത് പാടരുത് എന്നാണ്. എന്നിട്ട് ഈ ഹദീസിന്റെ അവസാനം ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി വിശദീകരിക്കാൻ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്. വഇന്നമാ അൻകറ അലൈഹാ മാ ദുകിറ മിനൽ ഇത്റാഇ ഹൈസു അത്ലഖ ഇൽമൽ ഗൈബി ലഹു, മറഞ്ഞ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയുന്നു എന്ന് പറഞ്ഞത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് വിരോധിച്ചത്, വിലക്കിയത്, വെറുത്തത്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം അതാണ്. കമാ ഖാല തആല ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, ഈ ആയത്ത് ഉദ്ധരിച്ചു. വഖൗലുഹു ലിനബിയിഹി ഖുൽ ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ളർറൻ ഇല്ലാ മാ ശാ അല്ലാഹ് വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈർ എന്ന ആയത്ത് ഉദ്ധരിച്ചു. വസായിറു മാ കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖ്ബിറു ബിഹി മിനൽ ഗുയൂബി ബിഇലാമില്ലാഹി തആല ഇയ്യാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അത് പറയേയുള്ളൂ, അല്ലാതെ ലാ യസ്തഖില്ലു ബിഇൽമി ദാലിക, റസൂലിന് അത് സ്വതന്ത്രമായി ഇങ്ങനെ കാര്യങ്ങളൊന്നും അറിയാനുള്ള ഒരു കഴിവില്ല എന്ന് ഇവിടെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. നോക്കൂ, നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന നബി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞതിനെയാണ് ഇവിടെ എതിർക്കുകയും അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറയാൻ പാടില്ല എന്ന് വിരോധിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ എത്രമാത്രം അതിര് കവിയും എന്നാലോചിച്ച് നോക്കുക. അള്ളാഹുവിൻ്റെ റസൂലിനെ പറ്റി പോലും ഇത് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ എതിർക്കുക ചെയ്തത്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ഏത് സിദ്ധനെക്കുറിച്ചും ഏത് ബീവിയെക്കുറിച്ചും ഏത് തങ്ങളെക്കുറിച്ചും, CM മടവൂരായാലും ചെറുവണ്ണൂരെ വടകര മുഹമ്മദ് ഹാജി തങ്ങളായാലും ഇനി പെരുമ്പടപ്പായാലും അതല്ലെങ്കിൽ വേങ്ങര കോയപ്പാപ്പിയായാലും ഇവരൊക്കെ മറഞ്ഞ കാര്യങ്ങൾ അറിയും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത സമുദായമാണ് നമ്മളുടേത്, അല്ലേ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതോ അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് പോലും അങ്ങനെ പറഞ്ഞപ്പോൾ വളരെ ഗൗരവത്തോടുകൂടി തിരുത്തുകയും നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അതുകൊണ്ട് തന്നെ സ്നേഹം എന്ന് പറയുന്നത് അതിര് കവിയാൻ പാടില്ല.
അള്ളാഹിൻ്റെ റസൂലിനോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ ദീനിൽ പുതിയതുണ്ടാക്കാൻ പാടില്ല. അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന പേരിൽ പുതിയ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് ഈ ഹദീസ് കൃത്യമായി പഠിപ്പിക്കുന്നത്. ഈ ഒരൊറ്റ ഹദീസ് മാത്രം മതി നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് നമുക്ക് പാടില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മനസ്സിലാക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.